മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ രണ്ടാം ഭാര്യയാണോ മൂന്നാം ഭാര്യയാണോ എന്നറിയില്ല. അത് എത്ര കല്യാണം കഴിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ ഭാര്യ കയ്യോടെ പിടികൂടി വാളകത്തെ വീട്ടിൽ ചെന്ന് പൊക്കി. വലിയ പ്രശ്നമായിരുന്നു. കെ ബി ഗണേഷ് കുമാറിനെ മറ്റൊരു സ്ത്രീയുമായിട്ട് കണ്ടെന്നൊക്കെയാണ് അവരാരോപിക്കുന്നത്. കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ടു. ആർക്ക് കാണാൻ പറ്റാത്തതാണെന്ന് നമുക്കറിയില്ല. നമുക്കൊക്കെ ഇത് കാണുന്ന വലിയ സന്തോഷമാണ്. കെ ബി ഗണേഷ് കുമാറിനെ എന്തുമായാലും ഈ പെണ്ണ് വിഷയത്തിന് 2 ഭാര്യമാരും പിടിച്ചു. ആദ്യത്തെ ഭാര്യ പണങ്ങിപ്പോയത് ഇതേ കാര്യത്തിന് തന്നെയാണ്. ഒരു അവിഹിത ബന്ധത്തെ തുടർന്ന് ഗണേഷ് കുമാറിനെ ആ സ്ത്രീയുടെ ഭർത്താവ് വന്ന് മുഖത്തെല്ലാം നീരുമൊക്കെ ആയിട്ടിരിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. അത് അദ്ദേഹം തന്നെ പുറത്തു വിട്ടു. അദ്ദേഹത്തിൻ്റെ രീതി എന്താണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഈ സ്ത്രീപരമായ കാര്യങ്ങളിൽ പോകുന്നതിനൊന്നും എനിക്ക് ആക്ഷേപമൊന്നുമില്ല. കാരണം എനിക്ക് ഒട്ടും പരിഹാസവുമില്ല. അതൊക്കെ അയാളുടെ കാര്യം. പക്ഷേ ഈ ഗണേഷ് കുമാർ എന്ന പറഞ്ഞ മാന്യൻ എല്ലാവരെയും അപഹസിക്കും. അത് സ്ത്രീ വിഷയത്തിൽ അപഹസിക്കും. അയാൾ വളരെ മാന്യനും ബാക്കിയുള്ളവരെല്ലാം വളരെ മോശക്കാരും. ഗണേഷ് കുമാറിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഗണേഷ് കുമാറിൻ്റെ കുടുംബത്തിലുള്ള ഒറ്റയൊരാളും അയാളെപ്പറ്റി നല്ലത് പറയുന്നില്ല. നമ്മളെപ്പറ്റി ആരാണ് ആദ്യം നല്ലത് പറയേണ്ടത്? നമ്മുടെ കുടുംബത്തിലുള്ളവരാണ്, നമ്മുടെ വീട്ടിലുള്ളവരാണ്. അച്ഛൻ നല്ലത് പറഞ്ഞിട്ടില്ല. അമ്മയുടെ കാര്യം എനിക്കറിയില്ല. പെങ്ങൾ പറയുന്നില്ല. ഭാര്യമാരാരും പറയുന്നില്ല. അയാളുടെ ജനം അങ്ങ് തലേ കയറ്റുന്നത് പോലും, ജനം തലേ കയറ്റുന്നത് ഇറക്കുന്നതൊക്കെ പെട്ടെന്നായിരിക്കും. ഇനിയും ഇലക്ഷൻ ഉണ്ടല്ലോ. അന്നേരം സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും അംഗീകരിക്കാത്ത, വെറുക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഗണേഷ് കുമാറിൻ്റേത്. അയാൾക്ക് ആരോടാണ് കൂറുള്ളത്? അയാൾ പെണ്ണ് പിടിക്കാൻ പോയതിലൊന്നും എനിക്ക് വിരോധമോ തർക്കമോ അല്ലെങ്കിൽ എനിക്ക് അപഹാസ്യത തോന്നുന്നതോ അല്ലെ സദാചാരബോധം തോന്നുന്നതോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അയാളുടെ വീട്ടിലുള്ളവർ അയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് പരിതാപകരമായ കാര്യമാണ്. വളരെ പരിതാപകരമാണ്. വീട്ടിൽ കൊള്ളാത്തവനെ നാട്ടിൽ എങ്ങനെ കൊള്ളിക്കാം? വീട്ടിൽ കൊള്ളില്ല. അച്ഛനും അമ്മയ്ക്കും വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, ആർക്കും വേണ്ട. അയാൾ നാട്ടിൽ മഹാമാന്യൻ. എന്തൊരു കഷ്ടപ്പാടി! എങ്ങനെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കും? ഭാര്യമാർ ചെറുപറ വരുന്നു, പോകുന്നു, എല്ലാം ഇതേ വിഷയം. ഇയാളൊരു ശുദ്ധ മണ്ടനാണെന്ന് ഞാൻ പറയും. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. ഇയാൾക്ക് കൂടെ അബദ്ധം പറ്റുക. ഇത് ശുദ്ധ മണ്ടനാണ്. അഹങ്കാരം തലയ്ക്ക് മൂത്തൊരു മണ്ടൻ. അതാണ് ഗണേഷ് കുമാർ. ഭാര്യ വരാൻ സാധ്യതയുള്ള വാളകത്തെ വീട്ടിൽ പോയി ഇങ്ങനെയുള്ള ലീലാവിലാസങ്ങൾ കാണിക്കുമ്പോൾ ഈ വരുമെന്നോ ഉള്ള ധാരണയെങ്കിലും ഇയാൾക്ക് വേണം. ആദ്യത്തെ ഭാര്യ പോയത് ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. രണ്ടാമത് പിന്നെ ഈ അടി തന്നെ എരന്ന് വാങ്ങിക്കുന്ന ഈ ഗണേഷ് കുമാറിൻ്റെ ബുദ്ധിവൈഭവം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒട്ടും വൈഭവമുള്ള ഒരാളല്ല. ഇയാളെപ്പറ്റി ഇയാളുടെ അച്ഛൻ പറഞ്ഞതും ആദ്യ ഭാര്യ പറഞ്ഞതും ഒക്കെ നമ്മൾ വ്യക്തമായി കേട്ടതാണ്. ഗണേഷ് കുമാറിനെതിരെ പ്രത്യേക കുറ്റകൃത്യങ്ങളൊന്നും വരുന്നില്ല. ധാർമ്മികത ആർക്ക് വിളയേണ്ട കാര്യമൊന്നുമില്ല. അത് ധാർമ്മികതയുടെ പ്രശ്നമൊന്നുമില്ല. അത് അയാളുടെ സ്വകാര്യത. പക്ഷേ ജനം മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഇയാളുടെ കുടുംബക്കാർക്കാർക്കും വേണ്ട. കുടുംബക്കാർക്ക് പുച്ഛവും അറപ്പും വെറുപ്പുമാണ് ഇയാളോട്. ഇയാൾ നാട്ടിലിറങ്ങി വലിയ ചിരിയും ചിരിച്ച് എനിക്ക് 5000 കാമുകിമാരുണ്ട്, 6000 ഉണ്ട്, ഞാൻ പ്രണയിക്കും, ഇപ്പോഴും പ്രണയം എൻ്റെ മനസ്സിലുണ്ട്, നെഹ്റു പ്രണയിച്ചില്ലേ, മാധവിക്കുട്ടി പ്രണയിച്ചില്ലേ എന്നൊക്കെ പറയും. മാധവിക്കുട്ടി ആരാ? നെഹ്റു ആരാ? ഈ ഊള. മാധവിക്കുട്ടിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ എവിടെയെങ്കിലും വെച്ച് കെട്ടാൻ കൊള്ളാം ഇയാളെ? ബൗദ്ധികപരമായിട്ട് എന്തെങ്കിലും കൊള്ളാവോ? ചളപള എന്തായാലും ആരെയും പരിഹസിച്ച് പരിഹാസപരമായ സംസാരമല്ലാതെ നല്ല രീതിയിൽ ഒരു പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു. ആരെ എന്തും പറയും, എന്ത് തെമ്മാടിത്തരവും പറയും. പുച്ഛമാണ് സർവ്വ ആൾക്കാരോടും. തനി നായർ മാടമ്പി സ്റ്റൈൽ. എല്ലാവരോടും പുച്ഛം. ഞാൻ വലിയ ആളാണ്. അതാണ് അയാളുടെ അധപ്പതനും. ഇത്രയൊക്കെ അനുഭവം അയാൾക്ക് ജീവിതത്തിലുണ്ടായിട്ടും ഈ തരത്തിലുള്ള ചെയ്തികളാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരിയൊക്കെ പറയുന്ന കേട്ടാൽ ഇയാളെ കാരിത്തുപ്പും. നമ്മൾ സ്വന്തം സഹോദരി, സ്വന്തം അച്ഛൻ, ഇവരൊക്കെ നമ്മളെ തള്ളി പറഞ്ഞാൽ നമ്മുടെ വില എന്താണ്, നില എന്താണ്? നമ്മൾ പിന്നെ എന്താണ് ധാർമ്മികതയുള്ളത്? ഈ കുടുംബത്തിലുള്ളവരെല്ലാം മോശം, ഞാൻ മാത്രം നല്ലത്, അതുകൊണ്ട് നമ്മളെപ്പറ്റി അവർ മോശം പറയുന്നു എന്ന് പറയാൻ പറ്റുമോ? ഗണേഷ് കുമാർ അങ്ങനെ പറയണം. അല്ലെങ്കിൽ അച്ഛൻ മോശം, സഹോദരിമാർ മോശം, പിന്നെ വന്ന ഭാര്യമാരെല്ലാം മോശം, ഞാൻ മാത്രം നല്ലത്, അവർ മോശമായതുകൊണ്ട് എന്നെപ്പറ്റി അവർ മോശം പറയുന്നു എന്ന് ഗണേഷ് കുമാറിന് അഭിപ്രായമുണ്ടെങ്കിൽ കറക്റ്റ് ആ കാര്യം. എന്തായാലും കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ മന്ത്രിസഭയിൽ UDF മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ
വെളിയിൽ പോയത് ഇതേ കാര്യത്തിന് വേണ്ടിയാണ്. ഇപ്പം ഇനി വെളിയിൽ പോകാനൊന്നുമില്ല, ഇനി 3-4 മാസം കൂടെ ഉള്ളൂ. ഇനി പത്തനാപുരത്തുകാരെ ജയിപ്പിച്ച് വിട്ടാൽ മന്ത്രി ആകാമെന്നും പ്രതീക്ഷിക്കണ്ട. കാരണം LDF അധികാരത്തിൽ വരാൻ സാധ്യതയില്ല. എന്നാലും ഗണേഷ് കുമാറിൻ്റെ കാര്യം വളരെ രസകരമാണ്. എനിക്ക് പരിഹാസമൊന്നുമില്ല, വളരെ രസകരമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗമെല്ലാം കേൾക്കാറുണ്ട്. സുരേഷ് ഗോപി അവരെന്ന് പറയുന്നത്, അദ്ദേഹം തിരിച്ചു പറയുന്നത്, അദ്ദേഹം അതിൻ്റെ മാന്യത കാണിക്കും. സുരേഷ് ഗോപി മറ്റേ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അയാൾക്ക് കുറിക്ക കൊണ്ടു, ഇയാൾ ചളപുളന്ന് അയാളെ പരിഹസിക്കുക. സുരേഷ് ഗോപി ആരാ? അയാളുടെ കുടുംബം എന്താ? അയാളുടെ ഭാര്യ, മക്കൾ കണ്ടുപിടിക്കുക. ഗണേഷ് കുമാറെ, ഗണേഷ് കുമാറിന് ഭാര്യയുണ്ടോ? സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു ഭാര്യ കൂടെ ഉണ്ടോ? മക്കളുണ്ടോ കൂടെ? അമ്മയുണ്ടോ? അച്ഛനുണ്ടോ? സഹോദരിമാരുണ്ടോ? ആരുമില്ല. ഞെളിഞ്ഞ് പിടിച്ചിങ്ങനെ നടക്കുന്നതേ ഉള്ളൂ. പൂർവികമായി കിട്ടിയ സ്വത്ത് വെച്ചനുഭവിച്ച് സന്തോഷിക്കുക. അത് വിറ്റ് തിന്നുമ്പോൾ പിന്നൊന്നും ഇല്ലാതെ വരും. ഇയാളുടെ തലമുറ തീരത്തില്ലായിരിക്കും, അടുത്ത തലമുറ തീരും. അതാണ് KB ഗണേഷ് കുമാറിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം. അദ്ദേഹം പെണ്ണ് പിടിച്ചോട്ടെ, എല്ലാവരും പെണ്ണ് പിടിക്കുന്നുണ്ട്, എല്ലാവരും ആരും മാന്യന്മാരല്ല, അതിലൊന്നും തർക്കമില്ല. പക്ഷേ വീട്ടിലുള്ളവർ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാത്തതിൻ്റെ ആ ഒരു സംഗതി മാത്രം നമ്മൾ നോക്കിയാൽ മതി. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ നീചത്വം മനസ്സിലാവുന്നത്, ഒരു മനുഷ്യൻ്റെ പന്നത്തരം മനസ്സിലാവുന്നത്, ഒരു മനുഷ്യൻ്റെ നീതികേട് മനസ്സിലാവുന്നത്. അവിടെയാണ് ഗണേഷ് കുമാർ പരാജയപ്പെടുന്നത്. നന്ദി, നമസ്കാരം.